ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഡെയിലി പേജ്. പുതിയൊരു പ്രഡിക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SLC-കാർക്ക് ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള നമ്മുടെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും ടോപ്പ് 10 അല്ല ടോപ്പ് 20 ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തെടുക്കുക. പറയാ ഇതേപോലെ ഒരു ചാനലിന്റെ പ്രതീക്ഷയുടെ ചോദ്യങ്ങൾ ഇങ്ങനെ നൽകുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ഓണപരീക്ഷ നമ്മുടെ അടുത്താറായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഉഷാറാക്കി നിങ്ങൾ മുമ്പിലേക്ക് വരാൻ അനുസരിച്ചിക്കാരല്ലേ. ഓക്കെ, ഇനി എന്തുവാട്ടെ. അപ്പൊ നമുക്കിനി ഭാഗങ്ങളിലേക്ക് കിടക്കും. എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത ഒന്നാമത്തെ ചോദ്യം, ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് CH3 CH2 CH? എന്താണ് ഇതിന്റെ നെയിം എന്ന് പറഞ്ഞത്? ഇത് മെത്ത് എത്ത് പ്രൊപ്പൊക്കെ അല്ലെ? മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് എക്സെപ്റ്റ് ഓനോട് അമർത്തി പഠിച്ചപ്പോഴ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് മെത്ത് എത്ത് പെൻ ഒക്കെ പോയല്ലോ. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് എക്സെപ്റ്റ് ഓനോട് അതേപോലെ ആ ഒരു കാര്യങ്ങൾ വെച്ച് പഠിക്കുന്നതിന്റെ ആൻസർ പ്രൊപ്പീൻ ആണ്. അതിന് നെക്സ്റ്റ് ചോദ്യം നോക്കാം. വാട്ട് ഈസ് എ ഫംഗ്ഷണൽ ഗ്രൂപ്പ്? എന്താണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്ത്? ആൻസറോട് കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്? ആൽക്കലി ഗ്രൂപ്പ്. ഇതിൽ ആൽക്കലി ഗ്രൂപ്പ് ഏതാണ്? ഇത് നെയിം ദ ആൽക്കലി ഗ്രൂപ്പ് CH2 CH3. ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം ചോദ്യം. ഇതാണ് CH2, അതിലെ ആൽക്കലി ഗ്രൂപ്പ് ഏതാണ്? ഈഥൈൽ ഗ്രൂപ്പാണ്. ഇതേപോലെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ 1 മാർക്ക് ആയിട്ട് വരിക. 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. IUPAC നെയിം ഓഫ് ഫോളോയിങ് കോമ്പൗണ്ട് CH3 CH2 ആൻഡ് CH3. അതേപോലെ CH2 CH3 എന്ന് പറഞ്ഞാൽ അതായത് 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്നാണ് നമ്മൾ നിങ്ങൾക്ക് എങ്ങനെയാണ് IUPAC നെയിം എഴുതാൻ അറിയില്ല എങ്കിൽ കമന്റ് ബോക്സിൽ ഇടാൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു IUPAC നെയിം എഴുതാൻ ചോദിക്കാറുണ്ട്. അടുത്തത് ഡിഫൈൻ ചെയിൻ ഐസോമെറിസം. എന്താണ് ചെയിൻ ഐസോമെറിസം? അതിന്റെ ഒരു എക്സാമ്പിൾ ഏതാണ് ചോദിച്ചിട്ടുണ്ട്. ചെയിൻ ഐസോമെറിസം പറഞ്ഞാൽ എന്താണ്, അതിന്റെ എക്സാമ്പിൾ ഏതാണ് ചോദിച്ചിട്ടുണ്ട്. അതാണ് 2 മാർക്കിന് ഈ ഒരു ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ മൂന്നാമത്തെ ആയിട്ട് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ റൈറ്റ് ദ IUPAC നെയിം. കുറച്ച് ABCD എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരെ തരും. അതിന്റെ IUPAC നെയിം ഏതാ ചോദിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു. ഒന്നാമത് CH2 ഡബിൾ ബോണ്ട് CH ആൻഡ് CH3, അതായത് പ്രൊപ്പൈൻ ആണ്. പ്രൊപ്പൈൻ മറ്റേ ഇനി അയനി. അതേപോലെ മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ടി ബെൻഡിങ് എക്സ് ലെഫ്റ്റ് ഒക്ടി നോൺ ലെഫ്റ്റ്. പിന്നെ ഏതായിരുന്നു? പിന്നെ അപ്പം ആൽക്കൈനി ആൽക്കിനി ആൽക്കൈനി. അതേപോലെ CnH2 എന്നും CnH2n -H2n -2 CnH2n+2. അതേപോലെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഉറപ്പ് വരുത്തുക. പിന്നെ വരുന്നത് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഒന്നും അറിയാനില്ല. ഇത്ര ചോദ്യമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നു 3 മാർക്കിനായിട്ട്. അതേപോലെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, വിട്ട് അതേപോലെ പിന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൽക്കൈൻ ആൽക്കീൻ ആൽക്കൈൻസ് വിത്ത് എക്സാമ്പിൾ. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഇത് ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണ്. ആൽക്കൈൻ എന്ന് പറഞ്ഞാലോ അത് ഡബിൾ ബോണ്ട് ആണ്. ആൻഡ് ആൽക്കൈൻ എന്ന് പറഞ്ഞാലോ അത് ട്രിപ്പിൾ ബോണ്ട് ആണ്. അതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്നും നിങ്ങൾക്ക് 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു 3 മാർക്കിന് വരെയുള്ള മിനിമം ഒരു 2 മാർക്കിന് വരെയുള്ള ചോദ്യം, 2-3 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതുള്ളൂ. നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമെറിസം എന്ന ചാപ്റ്ററിൽ നിന്നും ഇത്രയും ചോദ്യം മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ ഞങ്ങളൊക്കെ അല്ലേ, ഞങ്ങൾ റിയാലിറ്റി പറയണം. ഫസ്റ്റ് ഞങ്ങൾ പീരിയോഡിക് ടേബിൾ പഠിച്ചു, പിന്നെ മോൾ കൺസെപ്റ്റ് പഠിച്ചു, പിന്നെ പിന്നെ അമോണിയനെ കുറിച്ചാണ് പഠിച്ചത്. അല്ല, പിന്നെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ, പിന്നെ അമോണിയ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർഗാനിക്, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയാണ് പഠിച്ചത്. ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്റേഴ്സ് പഠിച്ചു. ഈ ഒരു റേഞ്ചിലാണ് ഞങ്ങൾ പഠിച്ചു പോയിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ അവസാനത്തെ 2 ചാപ്റ്റർ ഫസ്റ്റ് തന്നു. സോ അടിപൊളിയാണ്, ഉഷാറായിട്ട് പഠിക്കാം. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ഈ ഒരു ചാപ്റ്റർ ഒന്നും നിന്നും ഇത്ര ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാം. എല്ലാവരും ഷെയർ ചെയ്യാം, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ ബൈ.